ജനങ്ങളെ പോലീസ് നടപടിയിലൂടെ നേരിട്ട് കേരയിൽ പദ്ധതിക്ക് സർക്കാർ കല്ലിട്ടു. കോട്ടയം മാടപ്പള്ളിയിലാണ് സമരക്കാരെ അടിച്ചമർത്തിയ ശേഷം പദ്ധതിക്ക് കല്ലിട്ടത്. സ്ത്രീകളടക്കം നിരവധി നാട്ടുകാർക്ക് പോലീസ് ലാത്തിച്ചാർജിൽ പരിക്കേറ്റു. കേരയിൽ പദ്ധതി എതിർക്കുന്നവരെ തല്ലി ഓടിക്കാൻ മടിക്കില്ലെന്ന് സർക്കാർ പ്രഖ്യാപിക്കുകയാണ് മാടപ്പള്ളിയിൽ. ഇതുവരെ ഉണ്ടായ മൃദു സമീപനം ഇനി ഉണ്ടാകില്ല. മാടപ്പള്ളിയിൽ പ്രതിഷേധിച്ച സ്ത്രീകൾ അടക്കമുള്ള നാട്ടുകാരെയും പ്രതിഷേധക്കാരെയും തല്ലി ഓടിച്ച ശേഷമാണ് ഉദ്യോഗസ്ഥർ കല്ലിട്ടത്. സർക്കാർ നിലപാട് കടുപ്പിച്ചതോടെ പ്രതിഷേധക്കാരും പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കി. അറസ്റ്റ് ചെയ്ത മുഴുവൻ പ്രവർത്തകരെയും വിട്ടയക്കും വരെ തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷൻ സംഘർഷഭരിതമായിരുന്നു. കേരയിൽ ഉദ്യോഗസ്ഥർ എത്തുന്നതറിഞ്ഞ് രാവിലെ 9 മണി മുതൽ മാടപ്പള്ളിയിൽ നാട്ടുകാരും സമരക്കാരും തടിച്ചുകൂടിയിരുന്നു. കല്ലുമായെത്തിയ വാഹനത്തിന്റെ ചില്ല് തകർത്താണ് നാട്ടുകാർ പ്രതിഷേധം തുടങ്ങിയത്. സംഘർഷം മൂർച്ഛിച്ചപ്പോൾ പോലീസിന് നേരെ മണ്ണെണ്ണ പ്രയോഗം നടത്താനും സമരക്കാർ മടിച്ചില്ല. സമരക്കാരോ സർക്കാരോ നയം മാറ്റിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കേരളം മുഴുവൻ സമരഭൂമിയാകുമെന്ന് ഉറപ്പ്. ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. അറസ്റ്റ് ചെയ്തവരെ വിട്ടയച്ച ശേഷമാണ് തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിൽ 2 മണിക്കൂറോളം നീണ്ട ഉപരോധം നാട്ടുകാർ അവസാനിപ്പിച്ചത്. പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധ പ്രകടനങ്ങളും നടന്നു. ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ നാളെ UDF-ഉം BJP-യും ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ജി ശ്രീജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ശ്രീജിത്ത്, ഏതായാലും വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഇന്ന് ആ മേഖല സാക്ഷ്യം വഹിച്ചത്. ഒടുവിൽ കേരയിൽ ഉദ്യോഗസ്ഥർ തങ്ങളുടെ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. ഹർത്താലിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. എന്താണ് മറ്റു വിവരങ്ങൾ? ഇപ്പോൾ സ്ഥിതിഗതികൾ പൊതുവെ ശാന്തമാണോ? തീർച്ചയായും ശാന്തമാണ് രഞ്ജിത്ത്. ഏതാണ്ട് രാവിലെ 9 മണി മുതൽ നീണ്ടുനിന്ന സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷത്തിന് അല്പം വിരാമം ഉണ്ടായിരിക്കുന്നു. ഇതില് സർക്കാരും വളരെ ശക്തമായ നിലപാടിലേക്ക് പോകുന്നു, സമരക്കാരും പോകുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. സ്വാഭാവികമായി ഇതിന്റെ ഫലം വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന വലിയ സമരങ്ങളും പ്രതിഷേധങ്ങളും ലാത്തിചാർജുകളും ഒക്കെ തന്നെ ആകും എന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും. എന്തായാലും കുട്ടികളടക്കമുള്ളവർ ഈ സമരത്തിനിടെ പെടുന്നു, ഒപ്പം തന്നെ സ്ത്രീകളടക്കമുള്ളവർ പെട്ടുപോകുന്നു എന്നൊക്കെയുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. സ്വാഭാവികമായും ഇത്തരം സമരങ്ങൾ നാട്ടിലാകെ വലിയ പ്രചരണങ്ങൾക്ക് കൂടി കാരണമാകും. UDF-ഉം BJP-യും ശക്തമായി സമരരംഗത്തുണ്ട്. നാളെ ചങ്ങനാശ്ശേരിയിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും ഇത് വരും ദിവസങ്ങളിൽ കേരളത്തിലാകെ ഈ ഒരു വിഷയം ശക്തമായി ഉന്നയിക്കാൻ തന്നെയായിരിക്കും ഈ പാർട്ടികളുടെ ഒക്കെ തന്നെയും തീരുമാനം. CPM-ഉം സർക്കാരും ഇതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ സമരത്തിന്റെ ഒരു പ്രത്യേകത, സാധാരണക്കാരായ വീട്ടമ്മമാരടക്കം നിരവധി പേർ രംഗത്ത് വന്നു എന്നുള്ളതാണ്. ഇതുവരെ കണ്ടതുപോലെയല്ല സമരത്തിന്റെയും സ്വഭാവം മാറുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. രഞ്ജിത്ത്, അതാണ് പ്രധാനപ്പെട്ട വിവരം. കേരയിൽ സമരവേദിയിൽ നൊമ്പരമായി മാറുകയാണ് സൗമ്യ എന്ന 1-ാം ക്ലാസ്സുകാരി. സമരരംഗത്ത് സജീവമായി അമ്മയ്ക്കൊപ്പം പങ്കെടുത്ത സൗമ്യ പോലീസിന്റെ ലാത്തിചാർജിൽ കരഞ്ഞുപോയി. അമ്മയെ തല്ലിച്ചതച്ച പോലീസുകാരെ തിരിച്ചടിക്കണം എന്ന അഭിപ്രായക്കാരിയാണ് സൗമ്യ. ഇതൊരു 1-ാം ക്ലാസ്സുകാരിയുടെ കരച്ചിലാണ്. സമരരംഗത്ത് മുൻനിരയിലുണ്ടായിരുന്ന സൗമ്യയുടെ അമ്മ ജിജിയെ പോലീസ് വലിച്ചിഴച്ചതോടെയാണ് ഈ കുഞ്ഞിന്റെ മനസ്സ് വിതുമ്പിയത്. എന്റെ അമ്മയുടെ എല്ലാം മുറിഞ്ഞു. അവർക്ക് പോലീസുകാർക്ക് തല്ലും കൊടുക്കണം. വനിതാ പോലീസ് എന്റെ അമ്മയെ പിടിച്ചോണ്ടുപോയി.
എന്നാൽ കുട്ടികളെ സമരരംഗത്ത് കൊണ്ടുവരരുത് എന്ന നിലപാടാണ് പോലീസ് പറയുന്നത്. കുഞ്ഞിന്റെ കരച്ചിലിന് കാരണം സമരക്കാരാണ്. 10 തവണ പറഞ്ഞു അതൊരു ഷോ ആണ്, അത് ശരിയല്ല. 10 തവണ വരെ നമ്മൾ പറഞ്ഞു വിട്ടു, പോവൂ കുട്ടിയെ കൊണ്ട് നടയിൽ നിൽക്കല്ലേ, അപ്പൊ ഞാൻ സമരത്തിലുള്ളതെന്ന് പറഞ്ഞ. എന്നാൽ കുഞ്ഞിന്റെ അമ്മ ജിജിക്ക് പറയാനുള്ളത് മറ്റൊന്നാണ്. പിണറായി പറയുന്നത് എന്താ അറിയോ? നാളത്തെ തലമുറയ്ക്ക് വേണ്ടിയുള്ള പദ്ധതിയാണെന്നാ പറയുന്നത്. അപ്പൊ എന്റെ കൊച്ചു അടുത്ത തലമുറയാ, അവളും കാണട്ടെ. വൃദ്ധരും കുഞ്ഞുങ്ങളുമടക്കം കേരളയിൽ സമരരംഗം ശക്തമാകുകയാണ്. ഈ കരച്ചിലുകളെ സർക്കാർ എങ്ങനെ നേരിടുമെന്നാണ് ഇനി അറിയാനുള്ളത്. ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. ചങ്ങനാശ്ശേരി സംഭവത്തോടെ സിൽവർ ലൈൻ വിരുദ്ധ സമരത്തിൽ പ്രതിപക്ഷം കൂടുതൽ കടുത്ത നിലപാടിലേക്കാണ്. പദ്ധതിക്കെതിരെ സംസ്ഥാന വ്യാപകമായി ഉയരുന്ന പ്രതിഷേധത്തിനൊപ്പം നിന്നുള്ള രാഷ്ട്രീയ നീക്കമായിരിക്കും ഇനി UDF നടത്തുക. അപ്രതീക്ഷിത നീക്കത്തോടെ നിയമസഭയിൽ പ്രതിഷേധമുയർത്തിയതിന് പിന്നാലെ സംസ്ഥാന വ്യാപക സമരങ്ങളും ശക്തിപ്പെടുത്തും. ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിലുണ്ടായ സംഭവത്തോടെ സിൽവർ ലൈൻ വിരുദ്ധ സമരത്തിന് പുതിയ ഊർജം കൈവരികയാണ്. കേരളയിൽ വിരുദ്ധ സമരക്കാർക്കൊപ്പം UDFും മുൻനിരയിൽ നിൽക്കും. സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം ശക്തിപ്പെട്ടതോടെ സമരത്തിന്റെ രാഷ്ട്രീയ സാധ്യത മുന്നിൽ കണ്ടാണ് UDFന്റെ നീക്കം. നിയമസഭയിൽ അപ്രതീക്ഷിത നീക്കം നടത്തി പോലീസ് നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്താൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു. സ്ത്രീകളെയെല്ലാം ബലം പ്രയോഗിച്ച് റോഡിലൂടെ വലിച്ചഴിച്ചു കൊണ്ടുവരികയാണ്. സർ, ഞങ്ങളിത് അതിശക്തമായ ഞങ്ങളുടെ പ്രതിഷേധം പ്രകടിപ്പിക്കുകയാണ്. ഈ സമരത്തെ ഇങ്ങനെ ചോരയിൽ മുക്കി കൊല്ലാനുള്ള എല്ലാ ശ്രമത്തെയും ഞങ്ങൾ ചേർത്ത് നിൽക്കുമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. സർ, ഈ സഭയ്ക്ക് മുഖ്യമന്ത്രി നൽകിയ ഈ ഉറപ്പിന്റെ ലംഘനമാണ് സർ. അതിൽ ശക്തിയായി ഞങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ വോക്കൗട്ട് ചെയ്യാണ് സർ. സിൽവർ ലൈൻ നടപ്പിലാക്കാനുള്ള നീക്കത്തിനൊപ്പം പോലീസ് നടപടിയും വലിയ വിവാദമാകുന്നു. പ്രതിപക്ഷ സമരത്തിൽ കരുതലോടെയാണ് സർക്കാർ നീക്കം. ഈ കേരളയിലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ സമാധാനപരമായിട്ടാണ് നടക്കുന്നത്. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങളും ഉയർന്നു വരുന്നില്ല. പോലീസിനെ ആക്രമിക്കലും ഇതിന്റെ സർവേ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ തഹസിൽദാരെ അടക്കം തടഞ്ഞു വെക്കലും ആക്രമിക്കലും അതുപോലുള്ള കാര്യങ്ങളും ഒക്കെ സംഭവിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പ്രതിപക്ഷം പിൻവാങ്ങണം. സംസ്ഥാന വ്യാപകമായി സിൽവർ ലൈൻ വിരുദ്ധ സമരത്തിന് മുന്നിൽ നിൽക്കാനാണ് UDF നീക്കം. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സിൽവർ ലൈൻ വിരുദ്ധ സമരക്കാരെ UDF ഒന്നിച്ചു നിർത്തും. അതേസമയം പദ്ധതിയുടെ സർവേ നടപടികളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് സർക്കാർ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. വികസന പദ്ധതികളുമായി മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി. കഴമ്പില്ലാത്ത വിവാദങ്ങളെ മുഖവിലേക്കെടുക്കുന്നില്ല. വികസനം ഭാവി തലമുറയ്ക്ക് വേണ്ടിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കഴമ്പില്ലാത്ത വിവാദങ്ങളെ സർക്കാർ മുഖവിലക്കെടുക്കുകയില്ല എന്നുള്ളത് തന്നെയാണ്. കേരളം ഇന്നൊരു മാറ്റത്തിൻ്റെ പാതയിലാണ്. ഇത് വരും തലമുറയെ കണ്ടുകൊള്ളതാണ്. വരും തലമുറയ്ക്ക് വേണ്ടിയുള്ള ദീർഘകാല പദ്ധതികൾ നമുക്ക് ആവശ്യമുണ്ട്. പക്ഷപാതപരമായ നിലപാടാണ് കേരളത്തിലെ മാധ്യമങ്ങളുടേതെന്ന് മുഖ്യമന്ത്രി. ആരോഗ്യപരമായ ചർച്ചകൾക്ക് പകരം വിവാദമുണ്ടാക്കുകയാണ് മാധ്യമങ്ങൾ. ഇല്ലാത്ത കുറ്റം കണ്ടുപിടിക്കുന്നതാണ് മാധ്യമപ്രവർത്തനമെന്നാണ് ഇക്കൂട്ടർ കരുതുന്നത്. മാധ്യമങ്ങളിലുള്ള വിശ്വാസക്കുറവാണ് സമൂഹ മാധ്യമങ്ങളെ ജനകീയമാക്കിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൃത്യമായ പക്ഷപാതിത്വത്തോടെ വാർത്തകൾ ചമക്കുന്ന രീതി നമ്മുടെ നാട്ടിലുമുണ്ട്. ഇവിടെ നല്ല കാര്യങ്ങൾ മറച്ചുവെക്കാനും അനാവശ്യ വിവാദങ്ങൾക്ക് പ്രോത്സാഹനം നൽകാനും തയ്യാറാകുന്ന ഒരു രീതി വ്യാപകമാണ്. മാധ്യമരംഗത്ത് പൊതുവെ ഉണ്ടായിട്ടുള്ള വിശ്വാസക്കുറവാണ് സമൂഹ മാധ്യമങ്ങളെ ജനകീയമാക്കിയത്. സമൂഹ മാധ്യമങ്ങൾ മാധ്യമരംഗത്തെ കീഴ്മേൽ മറിക്കുന്ന സ്ഥിതിയാണിന്നുള്ളത്. വഖഫ് ബോർഡ് അഴിമതിയിൽ അന്വേഷണം. വിജിലൻസ് അന്വേഷണത്തിന് അനുമതി നൽകി സർക്കാർ ഉത്തരവിട്ടു. CEO ജമാൽ
ലീഗ് നേതാവ് MC മായിൻ ഹാജി ഉൾപ്പെടെ 4 പേർക്കെതിരെയാണ് വിജിലൻസ് അന്വേഷണം. വഖഫ് ബോർഡിൽ 2 ലക്ഷം കോടിയുടെ അഴിമതി നടത്തിയെന്ന പരാതിയിലാണ് അന്വേഷണം. മുഹമ്മദ് ഷഹീദ് ചേരുന്നു. മുഹമ്മദ് ഷഹീദ്, ആർക്കൊക്കെതിരെയാണ് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ അന്വേഷണ പരിധിയിൽ വരും? രഞ്ജിത്ത്, സംസ്ഥാന വഖഫ് ബോർഡിൽ 2 ലക്ഷം കോടി രൂപയുടെ ക്രമക്കേടുകൾ നടത്തിയെന്ന പരാതിയിലാണ് ഇപ്പോൾ ബോർഡ് സിഇഒയും മുൻ ചെയർമാനും അടക്കം 4 പേർക്കെതിരെ FIR സമർപ്പിക്കാൻ സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. 2016 മൂവാറ്റുപുഴ വിജിലൻസ് കോടതി അന്വേഷണത്തിൽ ഉത്തരവിട്ടെങ്കിലും സർക്കാർ അനുമതി ഇതുവരെ നൽകിയിരുന്നില്ല. ഇപ്പോൾ ഈ അനുമതി സർക്കാർ നൽകിയിരിക്കുകയാണ്. ഇതനുസരിച്ച് മുസ്ലിം ലീഗ് നേതാവും മുൻ ഈ വഖഫ് ബോർഡ് അംഗവുമായ MC മായിൻ ഹാജി, വഖഫ് ബോർഡിലെ നിലവിലെ CEO M ജമാൽ, മുൻ ചെയർമാൻ സെയ്ദാലിക്കുട്ടി, നിലവിൽ അംഗമായ സൈനുദ്ദീൻ, ഈ 4 പേർക്കെതിരെയാണ് ഇപ്പോൾ വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്യാനുള്ള സർക്കാർ അനുമതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. വഖഫ് സംരക്ഷണ വേദി സംസ്ഥാന പ്രസിഡന്റ് അബ്ദുസലാം നൽകിയ പരാതിയിലാണ് വിജിലൻസ് കോടതി ഇത്തരം നേരത്തെ അനുമതി നൽകി അന്വേഷണത്തിന് ഉത്തരവിടുകയും ഇപ്പോൾ സർക്കാർ അനുമതി നൽകുകയും ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ കാലയളവിൽ സംസ്ഥാന വഖഫ് ബോർഡിൽ 2 ലക്ഷം കോടിയുടെ സ്വത്തുക്കൾ നിയമവിരുദ്ധമായി കൈമാറ്റം ചെയ്യുകയും അഴിമതി കാണിച്ച് അവിടെ നിയമനം നൽകുകയും വഖഫ് ബോർഡിൽ നിയമനം നൽകുകയും ചെയ്തുവെന്നാണ് പരാതിയിൽ പറയുന്നത്. കൂടുതൽ പലിശ ലഭിക്കാൻ വഖഫ് ബോർഡിന്റെ പണം സ്വകാര്യ ബാങ്കിൽ നിക്ഷേപിച്ചു. മുൻ UDF സർക്കാരിന്റെ കാലത്ത് ഹൈക്കോടതി വിധി മറികടന്ന് നിരവധി നിയമവിരുദ്ധമായ നിയമനം നൽകി. ഒപ്പം തന്നെ മുൻ വഖഫ് മന്ത്രി, വഖഫിന്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആളുടെ ഭാര്യയെ തിരുവനന്തപുരം ഡിവിഷണൽ ഓഫീസറിൽ നിയമിച്ചു തുടങ്ങി നിരവധി പരാതികൾ ഉണ്ട്. ഒപ്പം തന്നെ വഖഫ് ബോർഡിന്റെ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സ്വത്തുക്കൾ ഒരു മാനദണ്ഡവുമില്ലാതെ വിൽപ്പന നടത്താൻ വേണ്ടിയും കൈമാറ്റം ചെയ്യാൻ വേണ്ടിയും കൂട്ടുനിന്നു തുടങ്ങി മൊത്തം 47 ആരോപണങ്ങളാണ് പരാതിക്കാരൻ ഈ പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഈ പരാതി നേരത്തെ ഈ പരാതിയിൽ അന്വേഷണം മൂവാറ്റുപുഴ വിജിലൻസ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നെങ്കിലും സർക്കാർ അനുമതി നൽകിയിരുന്നില്ല. കഴിഞ്ഞ കാലങ്ങളിൽ വഖഫ് ബോർഡ് PSC നിയമനവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധവും ആക്ഷേപങ്ങളും ഒക്കെ മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്നും സർക്കാരിനെതിരെ ഉയർന്നപ്പോൾ ആണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇത്തരം ഒരു നീക്കമുണ്ടായതെന്നാണ് നമ്മൾ വിലയിരുത്തുന്നത്. രാജ്യസഭാ സ്ഥാനാർത്ഥിയെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം രൂക്ഷം. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായി KPCC അധ്യക്ഷൻ K സുധാകരൻ നടത്തിയ കൂടിക്കാഴ്ചയിൽ തീരുമാനമായില്ല. തീരുമാനം നാളെ ഉണ്ടായേക്കുമെന്ന് സുധാകരൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ തോറ്റവരെ പരിഗണിക്കരുതെന്ന് ആവശ്യപ്പെട്ട് K മുരളീധരൻ ഹൈക്കമാൻഡിന് കത്തയച്ചു. അതേസമയം തോറ്റവരെ രാജ്യസഭയിലേക്ക് പരിഗണിക്കരുതെന്ന് ആവശ്യപ്പെട്ട് മുരളീധരൻ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും കത്തയച്ചു. രാജ്യസഭ വിശ്രമത്തിനുള്ള ഇടമല്ലെന്നും പോരാട്ടത്തിനുള്ള ഇടമാക്കണമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിൽ. അതിന് ശേഷിയുള്ള യുവതിയെയും പുതുമയുള്ള നേതാക്കളെയും സ്ഥാനാർത്ഥികളാക്കണം. കഴിവും യോഗ്യതയുമുള്ളവർക്ക് മുമ്പ് അവസരം കിട്ടിയിട്ടില്ല. ഊഹാപോഹങ്ങളിൽ പ്രതികരിക്കാനില്ല. യോഗ്യതയുള്ളവരെ സ്ഥാനാർത്ഥികളാക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഷാഫി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഒരിക്കൽ പോലും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ആവാൻ അവസരം ലഭിക്കാത്ത, ഞാൻ ആവർത്തിക്കുന്നു, കഴിവും യോഗ്യതയുമുള്ള ആളുകൾ, അവർക്ക് വേണ്ടി അവരെ സ്വാഗതം ചെയ്യുന്ന നിലപാടാണ് നേരത്തെ ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുള്ള ആളുകൾ എടുക്കേണ്ടതെന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ അഭിപ്രായം. മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ തൊഴിൽപരമായ പീഡനങ്ങൾ പരിഹരിക്കുന്നതിനും ആഭ്യന്തര പരാതി പരിഹാര സംവിധാനം രൂപീകരിക്കണമെന്ന് ഹൈക്കോടതി. മലയാള സിനിമയിലെ വനിതാ കൂട്ടായ്മയായ WCC നൽകിയ ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ നിർണായക ഉത്തരവ്. വിധിയെ WCC സ്വാഗതം ചെയ്തു. നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ നടൻ ദിലീപിന് തിരിച്ചടി. ഗൂഢാലോചന കേസ് അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ദിലീപിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി. കേസിൽ വിശദമായ വാദം കേൾക്കാമെന്ന് കോടതി പറഞ്ഞു. ദിലീപിന്റെ ഫോൺ രേഖകൾ നശിപ്പിച്ചുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയ സൈബർ വിദഗ്ധൻ സായി ശങ്കറിന്റെ മൊബൈൽ ഫോണുകളും ഐപാഡും പിടിച്ചെടുത്തു. കോഴിക്കോട്ടെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് 2 മൊബൈൽ ഫോണുകൾ പിടിച്ചത്. തെളിവുകൾ സംബന്ധിച്ച് ഇപ്പോൾ പറയാനാകില്ലെന്നും സായി ശങ്കറിനോട് നാളെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി. കൃഷിക്കാവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്താൻ നീർത്തടങ്ങൾ നിർമ്മിക്കുകയാണ് ദ ഇന്റർനാഷണൽ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇന്ത്യ യൂറോപ്യൻ സഹകരണത്തിന്റെ ഭാഗമായാണ് പദ്ധതി. രാജ്യത്ത് പലയിടങ്ങളിലായി 30ഓളം നീർത്തടങ്ങളാണ് ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത്. ഇവയിൽ 3 തെലങ്കാനയിലാണ്. കൃത്രിമമായി നിർമ്മിച്ച നീർത്തടങ്ങളിലൂടെ മലിനവും ഉപയോഗിച്ചു പുറന്തള്ളിയതുമായ വെള്ളം ശുദ്ധീകരിച്ച് കൃഷിയിടങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. മിഷൻ പാനി റിപ്പോർട്ട്. Communities are using raw wastewater for centuries for agriculture, hence often they are unaware of its perils
and without access to any kind of wastewater treatment technology, they feel helpless also. This concept of constructed wetlands is a very simple and novel idea of utilizing grey water for agricultural purpose through a series of filters which comprise of various gravel levels and plants, roots of the plants. These act as filter. The water passes through this filter and is converted through biological system for usable water in agriculture. Any dryland agriculture crop can be easily grown with this. We work on different phenotyping, advanced phenotyping system which can help in crop production, which can adapt better to the dryland system. So the constructed wetlands are not only about the recycled water, but you need a crop which can adapt there and grow there and be more productive so that the system itself is self-sustainable. 80% of the water supplied to a village comes out as a dilute wastewater. Hence, constructed wetland can promote its reuse. So it is really still an area where we need to work more. Awareness generation and capacity building make communities involved and embrace the technology. ബാംഗ്ലൂരിൽ 30 ദിവസത്തിനിടെ 15 ശാഖകളുമായി ബോച്ചെ ഗോൾഡ് ലോൺ. മത്തിക്കരയിലെയും ജാലഹള്ളിയിലെയും ശാഖകൾ ചെയർമാൻ ബോബി ചമ്മണ്ണൂർ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തിലെത്തുന്നവരിലെ നറുക്കെടുപ്പ് വിജയികൾക്ക് സൗജന്യ റോൾസ് റോയ്സ് യാത്ര, ഓക്സിജൻ റിസോർട്ടുകളിൽ താമസം, ബോച്ചെ മറഡോണ ഗോൾഡ് കോയിൻ എന്നിവ നൽകും.